നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടൻ തിരിച്ചു വരുമെന്ന് നിങ്ങളൊക്കെ സ്വയം വിശ്വസിക്കുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല. എവിടെയായാലും ഞാൻ സച്ചേട്ടനെ കണ്ടുപിടിക്കും, തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. അതിലെനിക്ക് ആരുടെ സഹായം വേണമെന്നില്ല. അത്രയും പറയണമായിരുന്നു ഏട്ടത്തി. അത് എല്ലാവർക്കും ആവശ്യമായിരുന്നു. ഇവിടെ ബാക്കിയുള്ളൊരു ടെൻഷൻ അടിച്ചു കഴിയുമ്പോ അതൊന്നും നോക്കാതെ അവർക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുണ്ടോ ലോകത്തെ ആളുകള്? ഒരു കാര്യം എന്തിനു വേണ്ടിയാ പറയുന്നതെന്നെങ്കിലും ആലോചിച്ചൂടെ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ വിവാഹം മുടക്കരുതെന്ന് പറയാനാണോ? സച്ചിയേട്ടനും സന്ദീപും ഒന്നുമില്ലാതെ ഇത് നടത്തണമെന്ന് നീ തന്നെ തീരുമാനിക്ക്. അല്ല, നീ നടത്തണമെന്നല്ലേ പറയൂ. കൂടപ്പിറപ്പിനേക്കാൾ വലുതല്ലേ നിനക്ക് വിവാഹം? സ്നേഹം, മനുഷ്യപ്പറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഉള്ളിലില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് ഉണ്ടെന്ന് തോന്നാൻ വേണ്ടിയെങ്കിലും കുറച്ചൊക്കെ അഭിനയിക്കണം. നിന്റെ സ്വന്തം ഏട്ടനെയാ കാണാനില്ലാതെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെ, അത് മറക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഞാനാണോ നാളെ തന്നെ വിവാഹം വേണമെന്ന് പറയുന്നേ? താഴെ ഇപ്പൊ പറയുന്നൊക്കെ നീയും കേട്ടതല്ലേ. സച്ചേട്ടനും സന്ദീപേട്ടനും ഏട്ടത്തിമാരും എല്ലാരും എന്റെ വിവാഹത്തിന് വേണം തന്നെയാ എന്റെ ആഗ്രഹം. ഇപ്പൊ സച്ചേട്ടനെ കാണാനില്ല എന്ന് പറയുമ്പോ നിന്നെക്കാ വിഷമം എനിക്കുണ്ട്. അതിനിപ്പോ ഞാൻ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്റെ ഏട്ടന്മാരോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല. അല്ലെങ്കിലും നീ എന്നെ ബോധിപ്പിക്കണ്ട. നീ കണ്ടോ ഈ പാവത്തിന്? സച്ചേട്ടൻ എവിടെയാന്നറിയാതെ തകർന്നിരിക്കോ. അല്പം ദയ കാണിച്ചൂടെ ഇവിടെയുള്ളവർക്കെല്ലാം? ഒന്ന് ഇറങ്ങി അന്വേഷിച്ചൂടെ? പകരം എന്താ ചെയ്യുന്നത്? എല്ലാവരും വിവാഹത്തെ കുറിച്ച് മാത്രം ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നീ തന്നെ നന്ദേട്ടനോട് പറയ്, ഈ വിവാഹം തൽക്കാലം നിർത്തിവെച്ചോണ്ട് സച്ചിയേട്ടനെ ഒന്ന് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ തയ്യാറല്ലെന്ന് പറയ്. നീ ചെന്ന് കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? ചെല് പോ. അനയിക്കെന്താ ഇപ്പൊ ഈ വിവാഹം നിർത്തിവെക്കണോ? അങ്ങനെ നിർത്തിവെച്ചാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുവോ? ഈ വിവാഹം ഇപ്പൊ വേണ്ടെന്ന് വെക്കാൻ ഇതിലും വലിയൊരു കാരണമാണോ നന്ദേട്ടൻ നോക്കിയിരിക്കുന്നത്? കാണാതായിരിക്കുന്നത് സ്നേഹയുടെ അകന്ന ബന്ധത്തിലുള്ള ആരുമല്ല, സ്വന്തം ഏട്ടനാ. അവള് വരെ ഇവിടെ നിന്ന് കുറച്ചു മുന്നേ പറഞ്ഞു കഴിഞ്ഞു, സച്ചിയേട്ടനും സന്ദീപും കൂടി ചേർന്ന് നടത്തുന്ന വിവാഹത്തിനാണ് അവൾക്ക് താല്പര്യമൊന്ന്. ഞങ്ങളും ചോദിക്കുന്നത് അത് തന്നെയാ. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോരെ ഈ വിവാഹമൊക്കെ? അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അനകെ. സച്ചി അവിടെ കാർ വിട്ടിട്ട് വേറെ എവിടെ പോയിരിക്കുകയാണ്. അവൻ നാളെ ഇങ്ങ് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ എന്തിനീ വിവാഹം വേണ്ടെന്ന് വെക്കണം? അർച്ചനയോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അത് താഴെ വെച്ച് പറയാൻ കഴിഞ്ഞില്ല, അതിനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു. ഈ വിവാഹം നാളെ നടന്നില്ലെങ്കിൽ പിന്നീട് നടത്താൻ ധനുഷിന്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. സച്ചിയുടെ കാര്യം അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് മതി, നന്ദേട്ടൻ നിന്ന് കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചേന്റെ കാര്യം നിങ്ങൾക്കൊക്കെ അത്ര നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും. എന്നാ എനിക്ക് അങ്ങനെയല്ല. നിങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ആലോചിക്കുന്നുമില്ലായിരിക്കും. പക്ഷെ
എനിക്കത് മാത്രമേ ആലോചിക്കാനുള്ളൂ. നിങ്ങൾ വിവാഹം നടത്തുകയോ നടത്താതിരിക്കോ എന്ത് വേണേലും ചെയ്യ്. സച്ചേട്ടൻ തിരിച്ചു വരുമെന്ന് നിങ്ങളൊക്കെ സ്വയം വിശ്വസിക്കുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല. എവിടെയായാലും ഞാൻ സച്ചേട്ടനെ കണ്ടുപിടിക്കും, തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. അതിലെനിക്ക് ആരുടെ സഹായം വേണമെന്നില്ല. ആരില്ലെങ്കിലും ഈശ്വരനുണ്ടാവും എന്റെ കൂടെ, എനിക്കത് മതി. സ്വയം ന്യായീകരിക്കാനും എന്നെ കൂടി പറഞ്ഞത് വിശ്വസിപ്പിക്കാനും ഇനി ഇവിടെ ആരും വരരുത്. അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് പറയാ ഞാൻ. മോളെ, ഹലോ ഡോക്ടർ, അർച്ചന, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ആരൊക്കെ ചേർന്ന് എന്നെ പൂട്ടിയിട്ടിരിക്കുക. ഇതെവിടെയാണെന്നോ ഇവർക്ക് ആരാണെന്നോ എനിക്കറിയില്ല. ഡോക്ടറിനെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ 2 ദിവസം എന്നെ ഇവിടെ പൂട്ടിയിടുന്ന രീതിയിൽ ഇവര് സംസാരിച്ചത് ഞാൻ കേട്ടതാ. എന്നെ മനഃപൂർവ്വം ഇവിടേക്ക് വിളിച്ചു വരുത്തി ചതിച്ചതാണോന്ന് എന്റെ സംശയം. ഇവിടെ വലിയ പ്രശ്നങ്ങളാ ഡോക്ടർ. ഇന്ന് വൈകുന്നേരം മുതൽ സച്ചേട്ടൻ മിസ്സിംഗ് ആ. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ആരൊക്കെ ചേർന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാണെന്നോ. എന്റെ കൂടെ നിൽക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഓരോരോ സ്ഥലങ്ങളിലായി അവർ അകപ്പെടുത്തുക. എന്നിട്ട് എന്നെ ഒറ്റയ്ക്കാക്കുക. ഇതൊക്കെ അവന്തികയും ധനുഷും ചേർന്ന് ചെയ്യുന്നതാണോന്ന് എന്റെ സംശയം. ആ സംശയം എനിക്കുണ്ട് അർച്ചന. എന്റെ ഫോൺ നേരത്തെ പിടിച്ചു വാങ്ങിയിട്ട് ഇപ്പൊ അതെന്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. അതെന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും അർച്ചന അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ. ഡോക്ടർ, ഹലോ ഹലോ ഡോക്ടർ, ഡോക്ടർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.